വാർത്തകൾ വിശദമായി. ഒമാനിൽ കവർച്ചാ സംഘം തട്ടിക്കൊണ്ടുപോയ കോട്ടയം മണർകാട് സ്വദേശി ജോൺ ഫിലിപ്പിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ജോലി ചെയ്യുന്ന പെട്രോൾ പമ്പിൽ നിന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച കവർച്ചാ സംഘം തട്ടിക്കൊണ്ടുപോയ ജോൺ ഫിലിപ്പിന്റെ മൃതദേഹം ഇന്നലെ രാത്രി കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ 2 ഒമാൻ സ്വദേശികളെ ഒമാൻ റോയൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജമാൽ ചേർന്നു. ജമാൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? മരിയ, ഇന്നലെ രാത്രിയാണ് ജോൺ ഫിലിപ്പിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഒമാനിലെ സനാമിനും ഫഹൂദിനും ഇടയിലുള്ള മസ്റൂഖിൽ നിന്നാണ് ജോൺ ഫിലിപ്പിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഒമാനിലെ സനീലയിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന കോട്ടയം മണർക്കാട് സ്വദേശി ജോൺ ഫിലിപ്പിനെ പെട്രോൾ പമ്പിൽ നിന്ന് ഒരു സംഘം അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. പമ്പിലെത്തിയ അക്രമി സംഘം കവർച്ച നടത്താൻ ശ്രമിക്കുന്നത് തടഞ്ഞ ജോൺ ഫിലിപ്പിനെ ഇവർ പിന്നീട് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. 5000-ഓളം ഒമാനി റിയാലും അക്രമ സംഘം കവർന്നിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ദിവസങ്ങളോളം ജോൺ ഫിലിപ്പിനെ കുറിച്ച് യാതൊരു വിവരവും ലഭ്യമായിരുന്നില്ല. ഒടുവിൽ ഇന്നലെ രാത്രിയാണ് ജോൺ ഫിലിപ്പിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 ഒമാൻ സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോൺ ഫിലിപ്പിന്റെ മൃതദേഹം ഇപ്പോൾ ഒമാൻ റോയൽ പോലീസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണ്. ജമാലാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ദുബായിയുടെ എണ്ണയിതര വാണിജ്യ ഇടപാട് 17% വർദ്ധിച്ചതായി റിപ്പോർട്ട്. 31,900 കോടിയുടെ വ്യാപാരമാണ് ഈ വർഷം ആദ്യപാദം നടന്നത്. 2.4 കോടി ടൺ ഉൽപ്പന്നങ്ങളുടെ ഇടപാടുകൾ നടന്നതായും കയറ്റുമതിയിൽ 26% വർധനവുണ്ടായതായും ദുബായ് കസ്റ്റംസ് വെളിപ്പെടുത്തി. മൊബൈൽ ഫോണുകളാണ് ഏറ്റവും കൂടുതലായി കയറ്റിറക്കുമതി ചെയ്തത്. റംസാൻ വ്രതം 2ാമത്തെ 10ലേക്ക് കടന്നു. പാപമോചനത്തിനായുള്ള പ്രാർത്ഥനകളുടെ സമയമാണ് റംസാനിലെ 2ാമത്തെ 10. തൗബയ്ക്കായുള്ള പ്രാർത്ഥനകളിലാണ് വിശ്വാസി സമൂഹം. റംസാന്റെ ദിനരാത്രങ്ങളിൽ ആരാധനകളിലും പ്രാർത്ഥനകളിലും മുഴുകുകയാണ് വിശ്വാസികൾ. റംസാനിലെ 2ാമത്തെ 10 പാപമോചനത്തിലുള്ള ദിനങ്ങളാണ്. ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകൾ സ്രഷ്ടാവിനോട് ഏറ്റുപറഞ്ഞ് മോചനം നേടുന്നു വിശ്വാസി സമൂഹം. തൗബക്കായുള്ള പ്രാർത്ഥനകളാണ് എങ്ങും. മനുഷ്യ സഹജമായി തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമായും സംഭവിക്കും. പക്ഷേ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചിതനാവാനും മുക്തനാവാനും ഒരവസരവും സന്ദർഭവും വേണം. മനുഷ്യൻ എത്ര തെറ്റുകുറ്റങ്ങൾ മുഴുകിക്കുളിച്ചവനാണെങ്കിലും ഈ പരിശുദ്ധമായ റമദാനു ഷരീഫിൽ അവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കലോടുകൂടെ തെറ്റുകുറ്റങ്ങൾ മുക്തരായി നന്നായി തീരാനുള്ളൊരു സുവർണാവസരമാണ് നാഥൻ നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രാർത്ഥനകൾ കൊണ്ട് മുഖരിതമാണ് പള്ളികളും ഗൃഹങ്ങളും. ചെയ്തുപോയ തെറ്റുകളിൽ മനംനൊന്ത് മാപ്പിരന്ന് സ്രഷ്ടാവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് വിശ്വാസികൾ. ടി ജമാലുദ്ദീൻ, ദുബായ്. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ സിത്രയിലെ ടർക്ക് കമ്പനിയിലെ ജോലികൾക്കായി ഇഫ്താർ വിരുന്നൊരുക്കി. കമ്പനിയിൽ നിന്നുള്ള തൊഴിലാളികൾ നോമ്പുതുറയിൽ പങ്കുചേർന്നു. BMBF ഭാരവാഹികളും യൂത്ത് വിംഗ് ഭാരവാഹികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഇതര സംഘടനാ ഭാരവാഹികളും സംബന്ധിച്ചു. ദുബായ് ദേറയിൽ മലയാളികളും പാകിസ്ഥാനികളും ഗുജറാത്തികളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീടുണ്ട്. ഗുജറാത്തി ഹിന്ദുക്കൾക്ക് മധുരപലഹാരം നൽകിയാണ് പാക് മുസ്ലിം സഹോദരന്മാർ എല്ലാ ദിവസവും വീട്ടിൽ നോമ്പ് തുറക്കുന്നത്. മതത്തിലും ദേശത്തിലുമുപരി അടിസ്ഥാന മാനുഷിക പ്രശ്നങ്ങളാണ് ഇവരെ മതവും ദേശവുമെല്ലാം സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ഇക്കാലത്ത് ദുബായ് ദേറ മുർഷിദ് ബസാറിലെ ഈ വീട്ടിലെത്തിയാൽ വ്യത്യസ്തമായ കുറെ കാഴ്ചകൾ കാണാം. ഈ ചെറിയ വീട്ടിൽ ഗുജറാത്ത് സ്വദേശികളായ 9 ഹിന്ദുക്കളും പാകിസ്ഥാൻകാരായ 8 മുസ്ലിങ്ങളും 5 മലയാളികളും ഏകോദര സഹോദരങ്ങളെപ്പോലെ താമസിക്കുന്നു. വീടിന്റെ ഒരു വശത്ത് ഹിന്ദു ദൈവങ്ങൾ, മറുവശത്ത് ചുമരിൽ അള്ളാഹുവിന്റെ നാമം. ഒരു കസേരയിലിരുന്ന് സൂറത്തുകാരൻ രവി ബ്രഹ്മം ഭട്ട് ഭഗവത്ഗീത പാരായണം ചെയ്യുമ്പോൾ തൊട്ടടുത്ത സീറ്റിലിരുന്ന് പാകിസ്ഥാനിലെ കോട്ട്ലി സ്വദേശി ആഫിഫ് ഖുർആൻ വായിക്കുന്നു. ഹിന്ദു സഹോദരന്മാർക്ക് പലഹാരങ്ങൾ വിതരണം ചെയ്താണ് പാക് സഹോദരന്മാർ നോമ്പ് തുറക്കുന്നത്. ഒരേ അടുക്കളയിൽ അവർ ഒരുമിച്ച് പാചകം ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. लोगों के अंदर नहीं, ये पॉलिटिक्स लोग जो है ना, ये लोग झगड़ा में और फसाद करना क्या सोचते हैं. इंसान पूरा सेम है. हम लोग पूरा टाइम हिंदू के साथ काम करते हैं और हम लोग कभी हिंदू मुसलमान के बारे में कभी बात भी नहीं करते कि ये मुस्लिम है, ये हिंदू है, ये छोटा है, ये बड़ा है. वी नेवर थिंक लाइक दैट.
पवाड़ वेनम बेलाड़ वेनम पंजरा बननिक इक्का दकरले उमाद पुरले मगाड़ नी नमक പറവൂർകാരനായ റഷീദിന്റെ വീട്ടിൽ ഈ റംസാൻ കാലത്ത് പാകിസ്ഥാൻകാരനും ഗുജറാത്തിയും മലയാളിയുമെല്ലാം ഏക സഹോദരങ്ങളായി ജീവിക്കുന്നു. ഇവർ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്: മതമല്ല, മനുഷ്യത്വമാണ് ഏറ്റവും വലുത്. ബയലിൽ നിന്ന് പീപ്പിൾ ടിവിക്ക് വേണ്ടി കെ രാജേന്ദ്രൻ. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന റമദാൻ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഷാർജ ഇന്ത്യൻ സ്കൂൾ ഫ്ലഡ്ലിറ്റ് ഫുഡ് വോളിബോൾ ഗ്രൗണ്ടിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ദുബായ് ഡ്യൂട്ടി ഫ്രീ നേരിട്ടുള്ള 2 സെറ്റിന് റാസൽ ഖൈമ മലയാളി സമാജത്തെ പരാജയപ്പെടുത്തി. രണ്ടാമത്തെ മത്സരത്തിൽ 1-നെതിരെ 2 സെറ്റുകൾക്ക് ഒയാസിസ് യൂത്ത് ഇന്ത്യ ഒള്ളി ഫ്രഷിനെ പരാജയപ്പെടുത്തി. ഗൾഫ് മേഖലയിലെ പ്രമുഖ ഹെൽത്ത് കെയർ ഗ്രൂപ്പായ VPS ഹെൽത്ത് കെയർ ദുബായ് ഗവൺമെന്റിന് കീഴിലെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുമായി ധാരണാപത്രം ഒപ്പിട്ടു. DHA ചെയർമാനും ഡയറക്ടർ ജനറലുമായ ഹുമൈദ് അൽ ഖദാമിയും VPS ഗ്രൂപ്പ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംസീർ വയലിലും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. ഈ സഹകരണ കരാർ അനുസരിച്ച് മെഡ്യോർ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും ആവശ്യമെങ്കിൽ വിദഗ്ധ ചികിത്സകൾക്ക് ദുബായ് ഗവൺമെന്റിന് കീഴിലെ ആശുപത്രികളുടെ സേവനവും ഉപയോഗിക്കാം. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ ജൂൺ 18 ദുബായിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചാണ് പരിപാടികളിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഉടൻ രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റൈനിലെ കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിച്ച റമദാൻ 7A സൈഡ്സ് ഓഫ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് KCA അങ്കണത്തിൽ നടന്നുവരുന്നു. 40 ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. കേരള കാത്തലിക് അസോസിയേഷൻ വർഷം തോറും റംദാൻ മാസത്തിൽ 7A സൈഡ്സ് ഓഫ് ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു വരുന്നു. ഈ വർഷം 40 ടീമുകൾ ടൂർണമെന്റിൽ മത്സരിക്കുന്നുണ്ട്. 6 ഓവർ മത്സരമാണ് നടക്കുന്നത്. ടൂർണമെന്റിൽ വിജയിക്കുന്ന ടീമിന് ട്രോഫിക്ക് പുറമെ $501 സമ്മാനമായി നൽകുന്നു. രണ്ടാം സ്ഥാനക്കാർക്ക് $251 സമ്മാനത്തുക. ദിവസം തോറും വൈകിട്ട് 4 മുതൽ 5 മത്സരങ്ങൾ വരെ KCA അങ്കണത്തിൽ നടന്നുവരുന്നുണ്ട്. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. നവോദയ ക്ഷണം സ്വീകരിച്ച് ദമാമിലെത്തിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും മൃത സഞ്ജീവിനി കോർഡിനേറ്ററുമായ ഡോക്ടർ തോമസ് മാത്യു ദമാം കിങ് ഫഹദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സന്ദർശിച്ചു. ഹോസ്പിറ്റലിലെത്തിയ ഡോക്ടർ തോമസ് മാത്യു അവയവദാന വകുപ്പുമായി കൂടിക്കാഴ്ച നടത്തി. ഡോക്ടർ തോമസ് മാത്യു ദമാം കിങ് ഫഹദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഖാലിദ് അൽ ഹമാവി, മുഹമ്മദ് ഗൊമാവി, ഡോക്ടർ ഖാലിദ് അൽ ഹമാവി എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. വാർത്തകളിലേക്ക്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പ്രതി പോലീസ് പിടിയിൽ. അസം സ്വദേശി 23-കാരനായ അമീർ ഉൽ ഇസ്ലാമാണ് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തു നിന്നും പിടിയിലായത്. കൊലപാതക സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു ജോഡി ചെരുപ്പും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും പ്രതിയെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചു. പ്രതി കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധവും അന്നേ ദിവസം ധരിച്ച വസ്ത്രവും പോലീസ് പിടിച്ചെടുത്തു. പെരുമ്പാവൂർ ഇരിങ്ങോൾ വൈദ്യശാസ്ത്ര പടിയിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത്. 2 ദിവസം മുമ്പ് തമിഴ്നാട് കാഞ്ചീപുരത്തെ ശിങ്കിടിവാക്കത്തു നിന്നാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. കൊലപാതക സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു ജോഡി ചെരുപ്പും മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ച് നടത്തിയ മികവാർന്ന അന്വേഷണമാണ് പോലീസിനെ പ്രതിയിലേക്കെത്താൻ സഹായിച്ചത്. രണ്ടാം അന്വേഷണ സംഘം തയ്യാറാക്കിയ രേഖാചിത്രം കണ്ട കടയുടമ ചെരുപ്പ് വാങ്ങിയ ആളെ സംബന്ധിച്ച വിവരം പോലീസിന് കൈമാറുകയായിരുന്നു. കൊലപാതക ദിവസം ടവർ ലൊക്കേഷനിൽ വരികയും പിന്നീട് നിശ്ചലമാവുകയും ചെയ്ത മൊബൈൽ നമ്പറുകൾ പോലീസ് ഇതിനകം പരിശോധിച്ചു. 25 ലക്ഷത്തോളം നമ്പറുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ 200 ഫോൺ നമ്പറുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിയുടെ മൊബൈൽ ഇടയ്ക്ക് ഓണാവുകയും സുഹൃത്തുക്കളെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടെ പ്രതി തന്റെ പഴയ സിം ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ പുതിയ സിമ്മും അതേ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചതോടെ ഫോണിന്റെ IMEI നമ്പർ പ്രതിയിലേക്കെത്താൻ പോലീസിന് സഹായകമായി. തുടർന്ന് കാഞ്ചീപുരത്തെത്തിയ പോലീസ് അവിടെ കൊറിയൻ കമ്പനിയിൽ കരാർ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന പ്രതിയെ പിടികൂടുകയായിരുന്നു. രക്തസാമ്പിളുകൾ ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയച്ച പോലീസിന് പരിശോധനാ കേന്ദ്രത്തിൽ നിന്നും ശുഭവാർത്തയാണ് ലഭിച്ചത്. വൈകിട്ടോടെ പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുള്ളതിനാൽ മുഖം മറച്ചാണ് പ്രതിയെ പോലീസ് ക്ലബ്ബിലെത്തിച്ചത്. തിരിച്ചറിയൽ പരേഡിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതിയെ ഹാജരാക്കുമെന്ന് ADGP B സന്ധ്യ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരത്തിനു മുമ്പ് പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. കൊലപാതകയെ കാണാൻ നിരവധി പേരാണ് ആലുവ പോലീസ് ക്ലബ്ബിലും മറ്റുമായി തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
കൊലപാതകം നടത്തിയത് താൻ ഒറ്റയ്ക്കാണെന്ന് പിടിയിലായ പ്രതി അമീർ ഉൽ ഇസ്ലാം പോലീസിന് മൊഴി നൽകി. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും ഇയാൾ മൊഴി നൽകി. കുത്തേറ്റ് തളർന്നു വീണ ജിഷ ദാഹജലം ചോദിച്ചപ്പോൾ താൻ വായിൽ മദ്യം ഒഴിച്ചുകൊടുക്കുകയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. കാഞ്ചീപുരത്തു നിന്നും പിടിയിലായ പ്രതിയെ കാലടിയിലെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് 2 ദിവസത്തോളം പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ദ്വിഭാഷിയുടെ സഹായത്തോടെ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കൊലപാതക കാരണവും കൃത്യം നടത്തിയ വിധവും വിശദമാക്കി. മുൻ വൈരാഗ്യമാണ് ക്രൂരമായ കൊലയിലേക്ക് നയിച്ചത്. കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് സ്ത്രീകളുടെ കുളിക്കടവിലെത്തിയ അമിയൂറിനെ സ്ത്രീകൾ അടിച്ചോടിച്ചിരുന്നു. ഇത് കണ്ടുനിന്ന ജിഷ ഇയാളെ കളിയാക്കി ചിരിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം. ജിഷയ്ക്ക് ഇയാളെ മുൻ പരിചയമുണ്ടായിരുന്നു. ലൈംഗിക വൈകൃതമുള്ള ഇയാൾ സംഭവ ദിവസം രാവിലെ ജിഷയുടെ വീട്ടിലെത്തി ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു. ജിഷ വീട്ടിൽ നിന്നും ഇയാളെ അടിച്ചോടിച്ചു. ഇതോടെ വൈരാഗ്യം മൂർച്ഛിക്കുകയായിരുന്നു. വട്ടോളിപ്പടിയിലെ വീട്ടിൽ നിന്നും അപ്പോൾ മടങ്ങിയ പ്രതി മദ്യപിച്ച് വൈകിട്ട് 4 മണിയോടെ ജിഷയുടെ വീട്ടിലെത്തി. വീടിനുള്ളിൽ കടന്ന പ്രതി ജിഷയെ ഷാൾ കഴുത്തിൽ മുറുക്കി കീഴ്പ്പെടുത്തുകയായിരുന്നു. കത്തികൊണ്ട് കുത്തി വീഴ്ത്തിയിട്ടും ഇയാളുടെ പക അടങ്ങിയില്ല. തളർന്നു വീണുകിടന്ന ജിഷയെ അയാൾ തലങ്ങും വിലങ്ങും കുത്തി. വെള്ളം ചോദിച്ച ജിഷയുടെ വായിലേക്ക് ഇയാൾ മദ്യമൊഴിച്ചു കൊടുത്തു. പിന്നീട് മാനഭംഗത്തിന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെ ജനനേന്ദ്രിയം ആയുധം ഉപയോഗിച്ച് കുത്തിക്കീറി. കൃത്യത്തിന് ശേഷം പുറത്തിറങ്ങിയ പ്രതി കനാൽ വഴി രക്ഷപ്പെടുകയായിരുന്നു. കനാലിലേക്ക് ഇറങ്ങുന്നത് വഴി ചെളിയിൽ പൂണ്ട ചെരുപ്പ് ഉപേക്ഷിച്ചു. രാത്രി 8 മണിവരെ പെരുമ്പാവൂരിൽ തങ്ങിയ പ്രതി പുലർച്ചെ ആലുവയിലെത്തി ട്രെയിൻ മാർഗം ആസാമിലേക്ക് കടന്നു. ആസാമിലെത്തിയ പ്രതി പെരുമ്പാവൂരിലെ സുഹൃത്തുക്കളെ വിളിച്ച് ഇതിനകം അന്വേഷണ പുരോഗതി തിരക്കിയിരുന്നു. തന്റെ നേരെ അന്വേഷണ ദിശ തിരിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഇയാൾ തമിഴ്നാട്ടിൽ ജോലി തേടിയെത്തുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ പലതവണ ഇയാൾ മൊഴി മാറ്റിയത് പോലീസിനെ കുഴക്കി. കൊല നടത്താൻ ഉപയോഗിച്ച കത്തി കനാലിൽ ഉപേക്ഷിച്ചുവെന്ന് ആദ്യം മൊഴി നൽകിയ പ്രതി പിന്നീടത് മാറ്റിപ്പറഞ്ഞു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനായി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ കേസിലെ പ്രതിയെ പിടികൂടാനായത് കേരള പോലീസിന്റെ അഭിമാനകരമായ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണമെന്ന് ജിഷയുടെ സഹോദരിയും അമ്മയും ആവശ്യപ്പെട്ടു. ജിഷ കേസിലെ പ്രതിയെ പിടികൂടാനായത് കേരള പോലീസിന്റെ അഭിമാനകരമായ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളം കാത്തിരുന്ന വാർത്തയാണ് ജിഷ കേസിലെ പ്രതിയെ കണ്ടെത്തുക എന്നും കേരള പോലീസിന്റെ തൊപ്പിയിലെ ഒരു പൊന്തുവൽ കൂടിയാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. തീർച്ചയായും കേരളം ആകെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണത്. അത്തരമൊരു പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നു എന്നത് അന്വേഷക സംഘത്തിന്റെ തൊപ്പിയിൽ വലിയൊരു തൂവൽ തന്നെ ചാർത്തുന്ന നടപടിയാണ്. കേരള പോലീസ് ഒരിക്കൽ കൂടി കഴിവ് തെളിയിച്ചെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. LDF സർക്കാർ വന്നില്ലെങ്കിൽ മറ്റൊരു സുകുമാരക്കുറിപ്പ് കൂടി ഉണ്ടാകുമായിരുന്നുവെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ മറ്റൊരു സുകുമാരക്കുറിപ്പ് ഉണ്ടാകുമായിരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. അതില്ലാത്ത വിധത്തിൽ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് കേരള പോലീസിന് അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ്. കേരള പോലീസിനെ അഭിനന്ദിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തീർച്ചയായും കേരള പോലീസിനെ നമ്മളെല്ലാവരും അഭിനന്ദിക്കണം. എത്ര ഗുരുതരമായ അഴിയാത്ത കേസുകളും അഴിയിക്കാൻ കഴിയുന്ന സാമർഥ്യമുള്ള പോലീസാണ് കേരള പോലീസ്. സന്ധ്യയുടെയും ടീമിന്റെയും അന്വേഷണം ശരിയായ ദിശയിലായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ അഭിനന്ദനത്തിന് നന്ദി അറിയിക്കുന്നതായും DGP ലോക്നാഥ് ബെഹ്റ പ്രതികരിച്ചു. ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്തു. ആൻഡ് മൈ ടീം വെരി ഗുഡ് ടീം. സന്ധ്യ ഡിഡ് വെരി വെൽ. പ്രതിക്ക് ഉചിതമായ ശിക്ഷ നൽകാനുള്ള തെളിവുകൾ ശേഖരിക്കുകയാണെന്നും ADGP പറഞ്ഞു. നല്ല ടീം വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്ന. ഒന്നാന്തരം പ്രോസിക്യൂഷൻ, സക്സസ്ഫുൾ പ്രോസിക്യൂഷൻ ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാശങ്കയുണ്ടാവില്ല. വളരെ കൃത്യമായിട്ടായിരിക്കും അന്വേഷണം. പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണമെന്ന് ജിഷയുടെ സഹോദരി ദീപയും പ്രതിക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ഇനി ഒരു പെൺകുട്ടിക്കും തന്റെ മകളുടെ അവസ്ഥ വരരുതെന്നും ജിഷയുടെ അമ്മയും പ്രതികരിച്ചു. അയാള് എങ്ങനെയൊക്കെ കൊച്ചിനെ ചെയ്തേക്കണെന്ന് വെച്ചാൽ അതുപോലെ അയാളെ ശരിക്കും ശിക്ഷിക്കണം. ശരിക്കും ശിക്ഷ കൊടുത്തിട്ട് അയാളെ തൂക്കിക്കൊല്ലാം. അയാൾക്ക് വേണ്ട മതിയായ ശിക്ഷ. ഒരിക്കലും എന്ത് പഴുത് കിട്ടിയാലും അയാൾ ഒരു കാരണവശാലും പുറത്തു പോകാത്ത രീതിയിൽ അയാൾക്ക് തൂക്കുകയറ് വാങ്ങിച്ചു കൊടുക്കുക. ന്യൂസ് ഡെസ്ക്. ജിഷ കൊലപാതക കേസിൽ പ്രതി പിടിയിലാകുന്നത് സംസ്ഥാന പോലീസ് വകുപ്പിന് അഭിമാനമാകുന്നു. ആദ്യ അന്വേഷണ സംഘത്തെ ഒഴിവാക്കി ADGP B സന്ധ്യയ്ക്ക് ചുമതല നൽകിയതോടെയാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. തെളിവ് നശിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ ആദ്യ അന്വേഷണ സംഘം ഒട്ടേറെ പഴികേട്ടിരുന്നു. ജിഷയുടെ കൊലപാതകം അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് തെളിവ് നശിപ്പിച്ചുവെന്ന വിമർശനം ശക്തമായിരുന്നു. സംഭവസ്ഥലം സീൽ ചെയ്യാതിരുന്നതും ജിഷയുടെ മൃതദേഹം അനാവശ്യ തിടുക്കത്തോടെ രാത്രിയിൽ ദഹിപ്പിച്ചതും വിമർശനങ്ങളെ സാധൂകരിച്ചു. ക്രമസമാധാന ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പോലും സംഭവസ്ഥലം ദിവസങ്ങൾക്ക് ശേഷമാണ് സന്ദർശിച്ചത്. പുതിയ സർക്കാർ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ADGP പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഒഴിവാക്കി ADGP B സന്ധ്യയ്ക്ക് ചുമതല നൽകി.
അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന എറണാകുളം റൂറൽ SP യതീഷ് ചന്ദ്രയെയും ഒഴിവാക്കി. പകരം ക്രൈംബ്രാഞ്ചിൽ കേസന്വേഷണത്തിൽ വൈദഗ്ധ്യം തെളിയിച്ച SP VN ഉണ്ണിരാജയെയും മധുവിനെയും ഉൾപ്പെടുത്തി. കേസന്വേഷണത്തിലെ നിർണായക വഴിത്തിരിവുകൾ ഇതോടെ ഉണ്ടായി. സമീപത്ത് കടയിൽ നിന്ന് കൊലയാളിയുടെ ദൃശ്യങ്ങൾ, വീട്ടിൽ നിന്ന് കിട്ടിയ ചെരുപ്പ്, DNA പരിശോധനയിലെ വ്യക്തത തുടങ്ങിയ തെളിവുകൾ പ്രതിയിലേക്ക് വെളിച്ചം വീശി. ആദ്യ അന്വേഷണ സംഘം വരുത്തിയ ഗുരുതര കൃത്യവിലോപത്തിന് പഴികേട്ട കേരള പോലീസിന് ഇത് തൊപ്പിയിലെ പൊൻതൂവൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഏപ്രിൽ 28-നായിരുന്നു പെരുമ്പാവൂരിലെ ജിഷ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. പീപ്പിൾ ടിവിയുടെ ക്യാമ്പയിനിലൂടെയാണ് ജിഷയുടെ നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് മുന്നിലെത്തിയത്. 1.5 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ജിഷയുടെ കൊലപാതകി ആരെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത്. ഏപ്രിൽ 28-ന് വൈകിട്ട് 5-നും 5:45-നും ഇടയിലാണ് പെരുമ്പാവൂർ നഗരത്തിനടുത്ത രായമംഗലം പഞ്ചായത്തിൽ ഇരിങ്ങോൾ ഗ്രാമത്തിലെ നിയമവിദ്യാർത്ഥിയായിരുന്ന ജിഷ കൊല്ലപ്പെട്ടത്. അങ്ങനെയായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. പെരിയാർ ബണ്ട് കനാലിന്റെ തിണ്ടയിൽ പുറമ്പോക്ക് ഭൂമിയിൽ പണിത ഒരൊറ്റമുറി വീട്ടിലാണ് ജിഷയും അമ്മ രാജേശ്വരിയും കഴിഞ്ഞിരുന്നത്. ജോലിക്ക് പോയിരുന്ന രാജേശ്വരി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മകളുടെ അതിദാരുണമായ മൃതദേഹം കാണുന്നത്. എന്നാൽ ജിഷയുടെ മരണം സംബന്ധിച്ച് പോലീസ് പറയുന്ന സമയം പോലും ശരിയല്ലെന്നായിരുന്നു പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ട്. പോലീസ് റിപ്പോർട്ടിനെ നിരാകരിക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഏപ്രിൽ 27-ന് അർദ്ധരാത്രിക്ക് ശേഷമോ അല്ലെങ്കിൽ 28-ന് പുലർച്ചയ്ക്കോ ആയിരിക്കാം കൃത്യം നടന്നത് എന്നായിരുന്നു വിദഗ്ധരുടെ അഭിപ്രായം. തെളിവുകൾ കുറ്റകരമായി നശിപ്പിക്കപ്പെടുകയും മരണസമയം പോലും തെറ്റായി രേഖപ്പെടുത്തുകയും ചെയ്താൽ കോടതിയിൽ കേസ് പരാജയപ്പെട്ടേക്കാം എന്നതുകൊണ്ട് തന്നെ തിടുക്കത്തിൽ പോലീസ് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. മൃതദേഹം കത്തിച്ചു കളയുക വരെ ചെയ്തു. അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായ ജിഷയുടെ ശരീരത്തിൽ 38 മുറിവുകളുണ്ടായിരുന്നു. നെഞ്ചിൽ മാത്രം 13 കുത്തേറ്റു. വയറും ആന്തരികാവയവങ്ങളും തകർന്നു. പക്ഷെ കൊലപാതകം പലരും മൂടിവെക്കാൻ ശ്രമിച്ചതോടെ തകർന്നത് സത്യത്തിൽ കേരളത്തിന്റെ സാമൂഹിക മനസ്സായിരുന്നു. മെയ് 3-ന് പീപ്പിൾ TV ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതോടെയാണ് കേരളം ഒന്നടങ്കം ജിഷയുടെ നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങിയത്. അതുവരെ ആരും ഈ കൊടും ക്രൂരത അറിഞ്ഞേയില്ല. പീപ്പിളിന്റെ ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളും ഏറ്റെടുത്തതോടെ കേരളത്തിന്റെ ഭരണകൂടം തന്നെ ആടിയുലഞ്ഞു. കൊലപാതക ദിവസത്തിന് ശേഷം കാണാതായ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ ആദ്യ അന്വേഷണങ്ങൾ. പെരുമ്പാവൂരിലെ ക്യാമ്പുകളിൽ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും പതിവ് പല്ലവികളായതല്ലാതെ പോലീസിന് ജിഷയുടെ കൊലയാളിയെക്കുറിച്ച് മാത്രം ഒരു തുമ്പും ലഭിച്ചില്ല. അന്വേഷണത്തിന്റെ പേരിൽ പെരുമ്പാവൂരിൽ പല അസംബന്ധ നാടകങ്ങൾ അരങ്ങേറി. കോൺഗ്രസിലെ ഒരു ഉന്നത നേതാവിന് വരെ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപണമുണ്ടായി. എന്നാൽ ജിഷാവധം കൂടി കാരണമായ ജനരോഷം കൊണ്ട് UDF സർക്കാർ നിലംപൊത്തിയതോടെ അധികാരത്തിലെത്തിയ LDF സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് തീരുമാനം തന്നെ ജിഷയുടെ നീതിക്കായുള്ള ഉറച്ച കാൽവെപ്പായിരുന്നു. ശ്രീമതി സന്ധ്യയുടെ നേതൃത്വത്തിൽ ഉള്ളൊരു പ്രത്യേക ടീം അന്വേഷിക്കണം എന്നാണ് കാണുന്നത്. അങ്ങനെ ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള പുതിയ സംഘം പെരുമ്പാവൂർ ജിഷ വധക്കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു. എറണാകുളം റൂറൽ SP PN ഉണ്ണിരാജൻ ഉൾപ്പെടെയുള്ള കരുത്തുറ്റ പോലീസ് നിര അന്വേഷണത്തെ നയിച്ചു. മെയ് 25-ന് പുതിയ അന്വേഷണ സംഘത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച് കൃത്യം 22 ദിവസം പിന്നിടുമ്പോഴാണ് കേരളം കാത്തിരുന്ന ആ വാർത്ത സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആശംസിച്ചതുപോലെ ഇത് അന്വേഷണ സംഘത്തിന്റെ തലയിലെ ഒരു പൊൻതൂവൽ തന്നെയാകുന്നു. ന്യൂസ് ഡെസ്ക്. മെഗാസ്റ്റാർ ഭരത് മമ്മൂട്ടിയുടെ വ്യത്യസ്ത കഥാപാത്രവുമായി എത്തുന്ന തോപ്പിൽ ജോപ്പൻ തിരശീലയിൽ സജീവമാകുന്നു. കോട്ടയം കുഞ്ഞച്ചൻ മുതൽ അനശ്വര കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ അഭിനയ മുഹൂർത്തമാണ് തോപ്പിൽ ജോപ്പൻ എന്ന കഥാപാത്രം. മെഗാസ്റ്റാർ ഭരത് മമ്മൂട്ടി വീണ്ടും കോട്ടയം അച്ചായന്റെ വേഷത്തിലെത്തുന്ന പുതിയ ചിത്രമാണ് തോപ്പിൽ ജോപ്പൻ. ജോണി ആന്റണി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറക്കുന്ന 4ാമത്തെ ചിത്രമാണ് തോപ്പിൽ ജോപ്പൻ. നർമ്മവും വ്യത്യസ്ത ആക്ഷനും കൊണ്ട് പ്രേക്ഷകർക്ക് പുതു അനുഭവം തന്നെയാകും ചിത്രം നൽകുക. കോട്ടയം കുഞ്ഞച്ചൻ മുതൽ നിരവധി അച്ചായൻ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ മമ്മൂട്ടി തികച്ചും വ്യത്യസ്തമായ അഭിനയ പാഠവുമാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ ജോണി ആന്റണി. ഒരു കിഴക്കിന്റെ പശ്ചാത്തലത്തിൽ ഒരു കിഴക്കൻ അച്ചായന്റെ കഥയാണ് തോപ്പിൽ ജോപ്പനിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ധാരാളം അച്ചായൻ കഥാപാത്രങ്ങൾ അനശ്വരമാക്കിയിട്ടുള്ള നടനാണ് മമ്മൂക്ക. മലയാളികൾക്ക് എക്കാലവും നെഞ്ചിലിട്ടിട്ടുള്ള കഥാപാത്രങ്ങളാണ് അവയൊക്കെ. അതുപോലെ തന്നെ ആളുകൾ സ്വീകരിച്ചേക്കാവുന്ന ഒരു സിനിമയാണ് തോപ്പിൽ ജോപ്പനും. കാരണം കഥാഗതി കൊണ്ടും കഥ കൊണ്ടും കഥാസന്ദർഭങ്ങൾ കൊണ്ടും
വ്യത്യസ്തമാണെങ്കിലും ജോപ്പൻ ഒരുപാട് ആളുകളെ രസിപ്പിക്കുന്ന കഥാപാത്രം തന്നെയാണ്. മധുരനാരങ്ങ, ഓർഡിനറി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തിരക്കഥാരംഗത്ത് ശ്രദ്ധേയനായ നിഷാദ് കോയയാണ് തോപ്പിൽ ജോപ്പന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. മമത മോഹൻദാസും ആൻഡ്രിയയും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിൽ രഞ്ജി പണിക്കർ, ഹരിശ്രീ അശോകൻ തുടങ്ങി വലിയ താരനിര തന്നെയുണ്ട്. നൌഷാദ് ആലത്തൂർ, ജീവൻ നാസർ എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.